1992 മാർച്ച് 27-നാണ് സിസ്റ്റർ അഭയ കോട്ടയം സെന്റ് പയസ് 10th കോൺവെന്റിൽ മരണപ്പെട്ടത്. കോൺവെന്റിലെ അന്തേവാസിയായ അഭയയെ അവിടുത്തെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ലോക്കൽ പോലീസ് 17 ദിവസവും ക്രൈംബ്രാഞ്ച് 9.5 മാസവും അന്വേഷിച്ച ശേഷം അഭയ ആത്മഹത്യ ചെയ്തതാണെന്ന് കോടതിയിൽ റിപ്പോർട്ട് നൽകി. 1993 മാർച്ച് 29-ന് കേസ് CBI ഏറ്റെടുത്തു. പ്രതികളെ പിടികൂടാൻ കഴിയാത്തതിനാൽ അന്വേഷണം അവസാനിപ്പിക്കാൻ അനുമതി തേടി 1996, 99, 2005 വർഷങ്ങളിൽ CBI അന്തിമ റിപ്പോർട്ട് നൽകി. ഈ 3 തവണയും അന്തിമ റിപ്പോർട്ട് തള്ളിയ മജിസ്ട്രേറ്റ് കോടതി തുടരന്വേഷണം നടത്താൻ CBIക്ക് നിർദ്ദേശം നൽകുകയായിരുന്നു. 2008 നവംബർ 18-ന് ഫാദർ തോമസ് എം കോട്ടൂർ, ഫാദർ ജോസ് പുതൃക്കയിൽ, സിസ്റ്റർ സ്റ്റെഫി എന്നിവരെ CBI അറസ്റ്റ് ചെയ്തു. 2009 ജൂലൈ 17-ന് ഈ പ്രതികൾക്കെതിരെ കുറ്റപത്രവും സമർപ്പിച്ചു. ക്രൈംബ്രാഞ്ച് SP ആയിരുന്ന KT മൈക്കിൾ ഉൾപ്പെടെ 9 ഉദ്യോഗസ്ഥർക്കെതിരെ തുടരന്വേഷണം നടത്താൻ ഈ മാസം 19-ന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരുന്നു. തെളിവ് നശിപ്പിക്കാൻ കൂട്ടുനിന്നതിനായിരുന്നു ഇത്. ആക്ഷൻ കൗൺസിൽ കൺവീനർ ജോമോൻ പുത്തൻപുരയ്ക്കൽ നൽകിയ ഹർജിയിലായിരുന്നു ഇത്. ഫാദർ തോമസ് എം കോട്ടൂർ, ഫാദർ ജോസ് പുതൃക്കയിൽ, സിസ്റ്റർ സ്റ്റെഫി എന്നിവർക്കെതിരെ തിരുവനന്തപുരം CBI പ്രത്യേക കോടതിയിൽ വിചാരണ ആരംഭിച്ചു. എന്നാൽ തുടരന്വേഷണം നടക്കുന്നതിനാൽ ഹൈക്കോടതി ഇത് സ്റ്റേ ചെയ്തിരിക്കുകയാണ്. കൊലക്കേസിൽ ഇത്രയും വർഷം നീണ്ട അന്വേഷണം നടക്കുന്നത് രാജ്യത്തിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമാണ്. ന്യൂസ് ഡെസ്ക്, മീഡിയ 1.